കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു. ആകപ്പാടെ ചന്ദ്രമതി കട്ടക്കലിപ്പോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി കൊടുക്കാനായിട്ട് ശ്രുതിയൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നീട് രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനോട് പരാതിയും പരിഭവങ്ങളൊക്കെ പറയാണ് ചന്ദ്രമതി. നിങ്ങളുടെ മോൻ കാണിച്ച ശരിയായില്ല, അവൻ അങ്ങനെ എങ്ങനെയൊക്കെ ആ സച്ചിയുടെ കുറെ കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അത് നീ ചിന്തിച്ചാ ചന്ദ്രേ? എന്തുകൊണ്ടാ ചെയ്തേ? അവന് മാക്സിമം അവൻ പിടിച്ചു വന്നു. അത്രമാത്രം അവനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നോണ്ടല്ലേ അവൻ അവസാനം പ്രതികരിച്ചേ. ശരിക്കും പറഞ്ഞാൽ മധുസൂദൻ അത് അർഹിക്കുന്ന തന്നെയാണ്. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കള്ളി കടി മേടിച്ചെന്നൊരു അവസ്ഥയായിരുന്നു മധുസൂദൻ കാണിച്ചു കൂട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ എത്ര വട്ടം സച്ചി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എങ്കില് ഈ പറയുന്ന മധുസൂദനം വെറുതെ വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യമായിരുന്നു. നിങ്ങളുടെ മോൻ കാരണം എല്ലാ പ്രശ്നം, അല്ലെങ്കിലും അവൻ ഇങ്ങനെയാ, എവിടെ പോയാലും അവൻ പ്രശ്നം ഉണ്ടാക്കാൻ മുൻപന്തി നിൽക്കും. ഇതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ ഞാൻ വിളിച്ചോണ്ട് പോണ്ടെന്ന് പറയണേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് കേൾക്കില്ല, അവനില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ചുമ്മാ കിടന്ന് അങ്ങോട്ട് തുള്ളുവാണ്. ഇത് കണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ അവിടെ അടങ്ങിയിരിക്കുക, നീ കൂടുതലൊന്നും പറയണ്ട. അല്ല നിനക്ക് എന്താ പറയാൻ യോഗ്യത ഇരിക്കുന്നേ? നീ രേവതിയെ കള്ളിയാന്ന് പറയുന്നുണ്ടല്ലോ, രേവതി അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നീ അവളുടെ കഴുത്തിലും കാതിലും കിടന്ന് എല്ലാം ഊരി വാങ്ങിച്ചു, എന്നിട്ടോ അവൾ എന്തേലും പരാതി പറഞ്ഞോ? അവൾ എന്താ പറഞ്ഞേ? അവളുടെ ഭർത്താവ് ഉണ്ടാക്കി തരുമ്പോൾ മാത്രം ഞാൻ അണിയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു മഞ്ഞച്ചാരണം കെട്ടി ഇതിലൂടെ നടന്നു. എന്നിട്ടോ നിന്റെ മുന്നിലേക്ക് കൈ നീട്ടാൻ വന്നോ? അല്ലെങ്കിൽ ആരുടെയും മുതൽ കട്ടെടുക്കാൻ വന്നോ? എന്നിട്ട് നീ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് മനസ്സിലാക്കാതെ അല്ലേടി നീ ഇമാതിരി അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുകയാണ്. ചന്ദ്രമതിയുടെ മോൻ താണു. പിന്നീട് രവീന്ദ്രൻ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ 2-3 വട്ടം വിളിച്ചതിന് ശേഷം ശ്രീകാന്ത് കോൾ എടുക്കുന്നത്. കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ മോനെ നീ കോൾ എടുക്കാത്തെ? നിനക്കെന്താ എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കേ? അതല്ലച്ചാ, നീ എവിടെയാ? റെസ്റ്റോറൻറ്റിലാണോ അതോ ഇനിയിപ്പം വർഷയുടെ വീട്ടിലാണെന്ന് ചോദിക്കും. ഞാൻ വർഷയുടെ വീട്ടിലാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിയുമ്പം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് മാത്രം എന്താ വെച്ചാ ഇങ്ങനെ ഒന്നേ മാറി ഓരോ പ്രശ്നങ്ങൾ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നല്ലൊരു ദിവസമായിട്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കാം. എടാ മോനെ, അത് മനഃപൂർവ്വം ആരും കരുതി കൂട്ടി ചെയ്തല്ലോ, അറിയാലോ. നിനക്ക് സച്ചിയുടെ സ്വഭാവം അറിയാവുന്ന. നിന്റെ അമ്മായിച്ചനാണെങ്കിൽ സച്ചിനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം സച്ചിക്ക് നിയന്ത്രണം വിട്ടു കഴിഞ്ഞപ്പോഴല്ലേ. എന്നാലും അടിക്കാൻ പാടുണ്ടോ അച്ഛാ? അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. പക്ഷെ എങ്കിൽ അവിടെ കിട്ടേണ്ട മര്യാദ സച്ചിക്ക് കിട്ടിയില്ല. സച്ചി എന്നിട്ട് ഒഴിഞ്ഞു മാറി നിന്നു. പക്ഷെ നിന്റെ അമ്മായിച്ചൻ വിടാൻ കൂട്ടാക്കാത്ത അവന്റെ തെറ്റുകൊണ്ടല്ലോ എന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോ വേറൊന്നും ഉറച്ച് വിഷമിക്കണ്ട, നീ ഇങ്ങോട്ടേക്ക് അവളെയും കൂട്ടിയും കൂടെ പോരാൻ നോക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ വിളിച്ചു നോക്കാം, വരുവോ ഇല്ലയൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതെ അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ, നീ കൊച്ചുകുട്ടിയൊന്നുമല്ല, നീയായിട്ട് എടുത്തൊരു തീരുമാനമാണ്, നീയായിട്ടാണ് ഈ കല്യാണത്തിന് മുന്നോടിയായിട്ട് നടന്നത്. നിനക്ക് അവളെ മാത്രം വേണമെന്നും പറഞ്ഞ് നടന്ന നീയാണ്. അപ്പൊ ഇനി വരായികളെല്ലാം നീ തന്നെയാണ് അനുഭവിക്കേണ്ടത്. എല്ലാം കണ്ടു അറിഞ്ഞാണ് നീ തന്നെ ചെയ്തു കൂട്ടിയതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്ത് ഇടപെടാൻ ഞാനാണല്ല. പിന്നെ സച്ചി അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഒരു കാരണവശാലും സച്ചി അങ്ങനെ ചെയ്യത്തില്ല. കാരണം രേവതി ഒരിക്കലും അങ്ങനെ കള്ളി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാല മോഷ്ടിക്കില്ല എന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കണം. അതെനിക്കറിയാം, ഏട്ടത്തെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന്. അതാ പറഞ്ഞ, ഇത് മനഃപൂർവ്വം സച്ചിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, രേവതിയെ കള്ളയാക്കാൻ വേണ്ടി നിന്നെ അമ്മായിച്ച് ചെയ്ത പ്രവൃത്തിയാ. ഇനി എന്ത് തീരുമാനം വേണമെന്ന് നിനക്കെടുക്കാം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് രവീന്ദ്രൻ കോള് കട്ട് ചെയ്യാണ്. ആ സമയം സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ രേവതി ചോദിച്ചു, ഇതെന്താ ഇങ്ങോട്ടേക്കെന്ന് ചോദിക്കണം. ഒരു വലിയ റെസ്റ്റോറൻറ്റ് മുന്നിൽ പോയി കാർ നിർത്തി. അതെ നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടുന്നോ? അല്ല പിന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സിംഗപ്പൂർക്കോ അല്ലെങ്കിൽ മലേഷ്യക്കോ പോകാമെന്ന് പറയണേ. ഇനി മലേഷ്യക്ക് പോകുമ്പം മറ്റേ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിയുടെ അച്ഛനെ കൂടെ കണ്ടു വരാമെന്ന് പറയും. ഇതെന്താ സച്ചേട്ടാ എനിക്കിട്ട് പണിയുവാണോന്ന് ചോദിക്കും. അതെ ഹോട്ടലിലേക്ക് സാധാരണ എല്ലാവരും എന്തിനാ വരുന്നത്, ഫുഡ് കഴിക്കാനാന്ന് പറയും. ഇറങ്ങാൻ പറയണം. രേവതി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കണില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, രാവിലെ തൊട്ട് മുഴു പട്ടിണി പോയിരിക്കുന്നതല്ലേ, ഫുഡ് കഴിക്കാൻ ഓർത്തിരിക്കുന്ന സമയത്തല്ലേ അമ്മാതിരി ബഹളമൊക്കെ ഉണ്ടായെന്ന് ചോദിക്കും. രേവതി പറഞ്ഞു, എനിക്ക് കഴിച്ചിറങ്ങത്തില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. എനിക്ക് ഒരു ടെൻഷനും ഇല്ല, എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള വിശപ്പം ഉള്ളതെന്ന് പറയണം. വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലേ ഒന്നും കിട്ടില്ല എന്ന് പറയാം. അതിന് വീട്ടിലെ ആഹാരം കാണുമല്ലോ, പിന്നെ ചെന്ന് കയറി കൊടുത്താലും മതി. അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി ഭദ്രകാളിയെ പോലെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ എങ്ങനെ ഫുഡ് കഴിക്കാനാ? നേരെ മണ്ണ് ഒരു ഉരുള ചോറുണ്ണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല.
അമ്മ എന്നിട്ട് കണവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഭ്രാന്തെടുക്കും. അവസാനം നമ്മൾ ഫുഡ് കഴിക്കാതെ ഇറങ്ങി പോകേണ്ടതായിട്ട് വരുമെന്ന് പറയാം. രേവതി പറഞ്ഞു, എന്നാലും സച്ചേട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ദേ പ്രായത്തിന്റെ ഇതെങ്കിലും കൊടുക്കണ്ടായിരുന്നു. അയാളെ കൈ നീട്ടി അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു വട്ടമല്ല. ആഹാ, അപ്പൊ കുറ്റക്കാരൻ ഞാനായല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല സച്ചേട്ടാ, വായും കൊണ്ട് പറയുന്ന സമയത്ത് വായും കൊണ്ട് പറഞ്ഞാൽ പോരെ, അതുകൊണ്ട് കൈയും കൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. പിന്നെ അയാളെ അടിക്കുമല്ല ചെയ്യേണ്ട. എനിക്ക് നല്ല ദേഷ്യം വന്നാ അച്ഛനും നീയും കൂടെ എല്ലാരും കൂടെ ചേർന്ന് തടഞ്ഞോണ്ടാ, അല്ലെ ഇപ്പൊ കാണിച്ചു കൊടുക്കായിരുന്നു ഞാൻ ആരായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, എന്നാലും വേണ്ട സച്ചേട്ടാ, സച്ചേണ്ട ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം എന്ന് പറയാം. പിന്നെ ഇപ്പൊ എന്റെ ദേഷ്യത്തിനാ കുഴപ്പം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ കരഞ്ഞോണ്ട് എന്റെ നെഞ്ചിലേക്ക് വന്ന് വീണേ സച്ചേട്ടാന്ന് പറഞ്ഞോണ്ട്? എന്നാ പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്താൽ പറ്റുന്നോ? നിനക്ക് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയേ പോരാരും ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ, ഓഹോ, അപ്പൊ നിനക്ക് സങ്കടം വരുമ്പോൾ നിനക്ക് അത് പ്രകടിപ്പിക്കാം. എനിക്ക് ദേഷ്യം വരുമ്പോൾ എന്റെ സങ്കടം എനിക്ക് പ്രകടിപ്പിക്കാൻ, ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണേ. എന്റെ ഭാര്യയ്ക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിലേ കണ്ടോണ്ട് നിൽക്കാനായിട്ട് ഞാൻ അത്ര വില മുരടനൊന്നുമല്ല. നിനക്ക് എന്തേലും ആപത്ത് വന്നാൽ ഞാൻ ആ കാര്യത്തിൽ കയറി ഇടപെടും. നിനക്കാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടപെടും. അതിപ്പോ ഏത് വലിയ ദേവേന്ദ്രനാണെങ്കിലും ശരി, ഞാൻ കയറി ഇടപെടുമെന്ന് പറയാം. അല്ല അത് പിന്നെ ഞാൻ, അയാൾക്ക് കുറച്ച് പണം ഉണ്ടായിരിക്കും, അത് അയാളുടെ കയ്യിലിരിക്കും. അതെ, ശ്രീകാന്തിന്റെ അമ്മായച്ചനും ആയിരിക്കും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, എന്നാലും വേണ്ടിയിരുന്നില്ല. പിന്നല്ലാതെ എനിക്ക് രണ്ടെണ്ണോടെ കൊടുക്കാൻ പറ്റില്ലോ എന്നൊരു ചിന്ത മാത്രമുള്ളെന്ന് പറയണം. അല്ലെങ്കിൽ രണ്ടെണ്ണോടെ ഞാൻ ഇട്ട് കൊടുത്തേനെ. കുറെ കാലമായിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നു. എൻ്റെ അച്ഛനിട്ട് പണി കൊടുത്തത് മുതൽ അയാൾ ഒറ്റയൊരുത്തം കാരണം എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനെല്ലാം കാരണമായി തീർന്നേന്ന് പറയണം. രേവതി, എനിക്ക് ഫുഡ് വേണ്ട, സച്ചേട്ടൻ പോയി കഴിച്ചോളാൻ പറയാം. എന്നൊരു കാര്യം ചെയ്യാം. വേണ്ടെങ്കിൽ വേണ്ട, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. നേരെ ബാറിലേക്ക് വിടാൻ പോവാ. ബാറിലേക്കോ? എന്തിനാ? അവിടെ പോയി രണ്ടെണ്ണമൊക്കെ അടിച്ച് അവിടുന്ന് ഫുഡ് കിട്ടും, അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാം. ഇന്നത്തെ ഇതിലാണെങ്കിൽ ഒരു കുപ്പി അടിച്ചാൽ പോരാ, 2 കുപ്പി അടിക്കണമെന്ന് പറയണം. 2 കുപ്പി മദ്യം അടിക്കാനാ? പിന്നല്ലാതെ. നിനക്ക് ഫുഡ് വേണ്ടല്ലോ, അപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതൊരു മാർഗം കാണുന്നുള്ളൂ എന്ന് പറയണം. കയറ്, നിന്നെ ഞാൻ വീട്ടിലിറക്കിയിട്ട് ഞാൻ പോയിക്കോളാന്ന് പറയാം. വേണ്ടാന്ന് പറയണം. ഓ, നിനക്ക് ഫുഡ് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പോയി കഴിച്ചോളാം. ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്ന. അതെ, സച്ചേട്ടൻ കഴിക്കില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെ വെച്ച്, ഓഡിറ്റോറിയത്തിൽ വെച്ച്. അങ്ങനെയല്ലേ പറഞ്ഞ ആ ദാമുവിനോട്? അതൊക്കെ ശരി, അത് ഇപ്പോഴെനിക്ക് കഴിക്കാനുള്ള മൂടാ, ഞാൻ കഴിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി എന്താ ബാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയണം. അങ്ങനെ വഴിക്കുവാ, നീ ഫുഡ് കഴിക്കാൻ വന്നില്ല, ഇപ്പം ഞാൻ മദ്യം കഴിക്കാനായിട്ട് പോകുന്നു പറയാം. അവസാനം രേവതിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. രേവതി സച്ചിയും കൂടെ അങ്ങനെ കഴിക്കാൻ പോവാണ്, ഹോട്ടലിലേക്ക് കയറുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ടേ അല്ല, വയർ നിറച്ച് ഫുഡ് കഴിച്ചാലോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അമ്മ പറയുന്ന ചീത്ത കേൾക്കാനുള്ള ആരോഗ്യം വേണ്ടേ, പിടിച്ച് നിൽക്കണ്ടേ. ഇനി എപ്പോഴാ കഴിക്കാൻ പറ്റുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് നല്ല ആരോഗ്യവനായിട്ട് പോയി നിൽക്കണം, എന്നാലേ നമ്മുടെ ശരീരം വീണ് പോകാതിരിക്കുള്ളൂ. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലോ മനസ്സിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാണ്. ആ സമയം ശ്രീകാന്ത് ശ്രുതിയുടെ അടിയിലേക്ക് ചെല്ലുവാണ്. ശ്രുതി ഭയങ്കര ഗെയിം കളിയാണ്, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു, അതൊന്നും എന്നെ വലട്ടിയിട്ടില്ലെന്നുള്ള മട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ഇന്ന് ശ്രുതിനെ വിളിക്കുകയാണ്. 2-3 വട്ടം നമ്മൾ ശ്രുതി കേട്ടില്ല. പിന്നീട് ശ്രീകാന്ത്, ഇത് എന്ത് പരിപാടി നീ കാണിക്കണം? ആ ഫോൺ അങ്ങോട്ട് മേടിച്ചിടുവാണ്. ഇത് എന്ത് ശ്രീകാന്ത് ഈ പരിപാടി കാണിച്ചു? ഞാൻ ആ ഗെയിം ഒന്ന് ഫിനിഷ് ചെയ്യുമല്ലേ? ഇവിടെ ഞാനൊന്നും പറയണില്ല. നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇവിടെയാണ് മനുഷ്യൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്. എന്ത് ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. നിനക്ക് അങ്ങനെ ടെൻഷൻ വരാനാ? നിനക്കത് ബാധിക്കുന്ന കാര്യമല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് ചോദിച്ചു, അല്ല നിനക്ക് എന്താ ശ്രീകാന്തെ, എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അതെ, പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോകാം. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. അച്ഛൻ ആ പട വിഷമായെന്ന് പറയാം. ഓഹോ, അപ്പം നിന്റെ അച്ഛൻ്റെ വിഷമായിട്ടാണ് നിനക്ക് സങ്കടം? ഇവിടെ എൻ്റെ അച്ഛൻ്റെ കാരണത്തിനായിട്ട് സച്ചി തല്ലി കഴിഞ്ഞപ്പം നിനക്കൊരു സങ്കടം ഇല്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ നിന്റെ അച്ഛൻ ചോദിച്ചു വാങ്ങിയതല്ലേ. എൻ്റെ ഏട്ടത്തിനെ കുറ്റക്കാരിയാക്കാൻ നോക്കിയാൽ ഏട്ടൻ സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും. ഓ, അപ്പം നിന്റെ ഏട്ടൻ പുണ്യവാളനല്ലേ നിൽക്കും? പുണ്യവാളനാന്നല്ലേ പറഞ്ഞേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തി അങ്ങനെ ഒരു തെറ്റിയില്ലെന്ന് നിനക്കറിയാം. പിന്നെ നിന്റെ അച്ഛൻ അങ്ങനെ കുറ്റക്കാരനാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ആരാ സഹിക്കുന്നത്? അതിന് കൈ നിർത്തി അടിക്കുകയാണ് ചെയ്യണ്ടേ? വായം കൊണ്ട് പറയുമ്പോൾ വായം കൊണ്ട് പറഞ്ഞു തീർക്കണ്ടേന്ന് ചോദിക്കാം. അതെ, സച്ചേൻ്റെ സ്വഭാവം അറിയില്ല, ഇത്ര ദേഷ്യം കൂടലാന്ന്. അങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വരണമെന്ന് പറയണം. ഓ, നീ വരണമെന്ന് പറയാനായിട്ട് അത് ശ്രീകാന്തിന്റെ വീടാണ് നിൽക്കും. അതെ, എൻ്റെ വീടാ? ഓ, ഞാൻ കരുതിയത് അത് ശ്രീകാന്തിന്റെ അച്ഛൻ്റെ വീടാ. അല്ല, ശ്രീകാന്ത് അച്ഛൻ്റെ വീടൊന്നും പറയാൻ പറ്റില്ല, അമ്മയുടെ പേരിലുള്ള വീടല്ലേ. അല്ല, ശ്രീകാന്ത് സ്വന്തമായിട്ട് വീട് മേടിച്ചിട്ടില്ലോ. ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പൈസ കൂട്ടി വെച്ച് ലോണൊക്കെ ഇട്ട് മേടിക്കാന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ശ്രീകാന്തിന്റെ വീടാ? പിന്നെ ശ്രീകാന്ത് എന്ത് ധൈര്യത്തിൽ എന്നെ കൂടെ വിളിക്കണേന്ന് ചോദിക്കണം.
ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഇത്രയും നാൾ നീ എവിടെയെല്ലാം കഴിഞ്ഞേ? കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ ശേഷം നീ അങ്ങോട്ടേക്ക് പോയതില്ലേ? പിയ അന്ന് നിനക്കില്ലാത്ത കുഴപ്പം ഇപ്പോഴെന്താന്ന് ചോദിക്കണം. ഇത് കേട്ടവൻ വർഷ പറഞ്ഞു, അതേ അങ്ങേര് എൻ്റെ അച്ഛനെ തല്ലി ആ സച്ചിയുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവുക, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെ ഞാൻ തടയാനും വരുന്നില്ല. നിനക്ക് പോണേ പോവാം, നിന്റെ വീട്ടിലേക്ക് നിനക്ക് പോവാം, പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് പക്ഷേ ഒരു പ്രശ്നം നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. കാരണം നിസാര പ്രശ്നം നമുക്ക് വേണേ ഊതി വലുതാക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനൊരു ഷെഫാണ്, ഞാനൊരു കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പും മുളകും എരിവൊക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കും. ഒത്തിരി ഉപ്പും എരിവും കൂടിയിട്ടുണ്ട്, പിന്നെ അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വീണ്ടും വീണ്ടും നമ്മളത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് കുളമാകത്തുള്ളൂ. അതിനേക്കാളും ഭേദം അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിങ്ങനെ ഇട്ട് ഊതി പെരുപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ നോക്കണമെന്ന് പറയണം. ഇത് കേട്ടോ വർഷ പറഞ്ഞു, ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണെന്ന് അറിയാലോ. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത്, ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും വീണ്ടും ഞാനത് തിരുത്താൻ ശ്രമിക്കും. അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത ഇതിലേക്ക് കിടക്കുള്ളൂ. അല്ലെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. ഞാൻ അങ്ങനെയാ. അതുകൊണ്ട് എന്താണെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷമേ ഞാൻ വേറൊരു തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണ് നിന്റെ തീരുമാനം? അതേന്ന് പറയണം. അങ്ങനെ ആയിക്കോ, എന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ കിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേനും മഹിമ നിടിച്ചു, ആ മോനോ ഇതെവിടെ പോകാൻ നിൽക്കും? ഞാൻ പോവാ ആൻറ്റി എന്ന് പറയണം. അല്ല ഇതെന്താ പോണേ? ദേ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറയണം. വേണ്ട എനിക്ക് വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും മസൂദൻ പറഞ്ഞു, എന്ത് പരിപാടിയാ മോനെ, നീ എന്തേലും കഴിച്ചിട്ട് പോ, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണം. എനിക്ക് വേണ്ട അങ്കിളേന്ന് പറയണം. അതെ അവിടുന്ന് ശരിക്കും ഒന്ന് ഫുഡ് കഴിച്ചല്ലോ, അമ്മാതിരി പരിപാടിയല്ല നിന്റെ ഏട്ടൻ കാണിച്ചു വെച്ചേ, എൻ്റെ കർണം അടിച്ച് പൊട്ടിച്ചെന്നൊക്കെ പറയണം. അങ്ങേർക്ക് അത് ചെയ്യാൻ കൊള്ളാവെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ ഏട്ടൻ കാണിച്ചാൽ തെറ്റുണ്ട്, തല്ലല്ലായിരുന്നു. പക്ഷേങ്കിൽ അങ്കിൾ എന്താ ചെയ്തേ? അങ്കിള് വെറുതെ പോയി ചൊറിഞ്ഞിട്ട് തല്ലി മേടിച്ചല്ലേ, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അങ്കിള് വാടി കൊടുത്ത് അടി വാങ്ങിയതല്ലേ? ഇതിന് മഹിമ പറഞ്ഞു, അല്ല മോനെ അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം. അത് ഏട്ടനെ പോയി ചൊറിഞ്ഞോണ്ടല്ലേ, ഏട്ടത്തെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോയേക്കുക. അവൾക്ക് വർഷയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വരട്ടെ, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ നിൽക്കാൻ പോവാം. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ശ്രീകാന്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇടിവെട്ടേറ്റ പോലെ മഹിമയും മത്സൂദനും നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.